വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇല്ല, ഇന്നൊരു സംഭവമുണ്ട്. നമ്മൾ ഈ ജുമ്മയില്ലേ, ജുമ്മ ഇതുവരെ കടൽ കണ്ടിട്ടില്ല. അതുമല്ല, ജുമ്മ കണ്ണൂർ വന്നിട്ട് ഇതുവരെ ഈ ഒരു പ്ലേസിലോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ ഫസ്റ്റ് എന്താ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാമോദിസ അതിൽ മുക്കും, പിന്നെ നമ്മളതിൽ മറ്റേ സുന്നത്താക്കും. മറ്റേ ഹിന്ദുക്കളിൽ എന്താണെന്ന് അറിയില്ല, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, എനിക്കറിയാം. ഞാൻ ചോറുണ്ടാന്ന് തോന്നുന്നു. അതുപോലെ അതാകുമ്പോൾ അവരുടെ ആ ഒരു ഇതിലവർ വന്നു, അത് ചെയ്തതിന് ശേഷം അങ്ങനെയാണ് കണ്ണൂർ വന്നിട്ട് കണ്ണൂർ കോട്ട കണ്ടിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു നാണക്കേടാ. അത് ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ടില്ല എന്ന് പറയാം, നമുക്ക് കണ്ണൂർ ഫുള്ള് കംപ്ലീറ്റ് കണ്ടിട്ടില്ല എന്ന് അർത്ഥം. ഞാനൊക്കെ ഇവിടെ പെറ്റിട്ട പോലെയായത് ഫസ്റ്റൊക്കെ. എത്ര പ്രാവശ്യം ഫ്രണ്ട്സുമായിട്ടൊക്കെ ടൂർ വരുന്നത് മൊത്തം ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജുമാനം കൊണ്ടുവന്നത് ആ ഒരു സ്റ്റാർട്ടിങ്ങിലാണ്. അതായത് നമ്മൾ കണ്ണൂർ വന്ന കണ്ണൂരിൻ്റെ ഒരു ടച്ച് കിട്ടണമെങ്കിൽ അത് ഈ പ്ലേസിലേക്ക് വരണം. അങ്ങനെ നമ്മൾ ഇന്ന് ജുമാനം കൊണ്ട് ഇവിടെയൊക്കെ വന്നേക്കുന്നത്. ആള് ഫസ്റ്റ് ടൈം ആ പോലും കടൽ കാണുന്നു പറഞ്ഞു. അത് കാണാൻ നമുക്ക് അതറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പോയി. കാരണം കാരണം ഒരു കടൽ കണ്ടില്ലേ. സുശാന്തിന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. സുശാന്ത് രണ്ടാൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു തോന്നുന്നവേ. റസി ഹാപ്പി. ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ വെറുങ്ങനെ ഇരിക്കാൻ നല്ല രസമാട്ടാ. കുറേ സമയം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ചുമ്മാ ഇങ്ങനെ സൊള്ളാന്ന് ഓൺലൈനിൽ വിളിച്ചിട്ട് കുറേ റിലേറ്റീവ്സിനൊക്കെ വീഡിയോ കോൾ ചെയ്യുന്ന ആള് ഭയങ്കര സന്തോഷത്തിലുണ്ട് ഇന്ന്. റസി പറ ഹലോ ഗായ്സ്, പറ ഹലോ ഗായ്സ്. നമ്മളിപ്പോ കണ്ണൂർ ഫോർട്ടിൽ വന്നിട്ടുണ്ട്, ബീച്ചിൽ വന്നിട്ടുണ്ട്. കടലുണ്ട്. ചോദിച്ചിട്ട് ഒരാള് പോയ കണ്ട മല്ലപ്പായി. നമുക്കിനി അങ്ങോട്ട് പോയി നമുക്ക് അങ്ങോട്ടുള്ള കുറച്ച് വ്യൂസ് കാണിക്കണം. അതായത് അങ്ങോട്ടുണ്ട്. ഇവിടെ എപ്പോൾ പോയല്ല അധികം ആൾക്കാരുണ്ടാവും. അധികം മീൻസ് എന്തായാലും നമ്മൾ മാത്രമായിരിക്കില്ല, ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ടാവും. കാരണം ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് നേരെ മനസ്സിലാവും. പിന്നെ കൂടുതലുണ്ടായത് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത് തന്നെയായിരുന്നു. കാരണം ആ പെണ്ണുങ്ങളിങ്ങനെ കൊണ്ടുപോയതല്ലേ. അപ്പോൾ അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ പെണ്ണുങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പിള്ളേർ അതിൽ നടന്നു. ഇവിടെ പിന്നെ നടക്കാൻ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, പിന്നെ സേഫായിട്ട് അതിൽ വീഴും ഇതിൽ വീഴും അങ്ങനത്തെ ഒന്നും പേടിക്കാനില്ല. നേരെ അവർ ഇങ്ങനെ കളിച്ച് നടന്നു. പോയിട്ട് പറിച്ചിട്ടായിരുന്നേ. മതി, ഒന്ന് പറിച്ചാ മതി. ഇതിപ്പോ എല്ലാം പറിച്ചോണ്ട് വരുവാന്തോള്. ചുമ്മാ കുറച്ച് പറിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. രജനിയും പറിച്ചിട്ട് പിടിച്ചാ അത് അതിന്റെ ഒരു കുറവേ ഉള്ളൂ. സഭ മതി. ഇതിലോട്ട് നടക്കുമ്പോക്കില്ലേ എന്താ ഭയങ്കര സമാധാനമാണ് റജി ചെല്ലുന്നത്. എനിക്ക് ഇതിനുള്ളവർക്ക് ശ്വാസം മുട്ടുന്ന പോലെയാണ്. എനിക്ക് ഇതിനുള്ള എന്താ റജി സമാധാനമുള്ള എന്റെ ശാന്തി സമാധാനം ഇതിൻ്റെ ഉള്ളില്. എനിക്ക് എന്തോ ഒരു ഇത് വീർപ്പ് കൂട്ടുന്ന ഇതിൻ്റെ ഉള്ളില് ഭംഗിയില്ല. എനിക്ക് ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ ഓർമ്മ ഉണ്ടാ? ജയില് പോലെ. ജുമ ഇത് വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷെ വീഡിയോ ഓൺ ആക്കൂല, അങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇറങ്ങലാന്ന്. അത്ര കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ബൈദിട്ട് വന്നിട്ടില്ലേ, എന്നിട്ട് എന്തു കാണാം. ഞാനെല്ലാം കുറേ കണ്ടതാന്ന്. ചുമ്മക്ക് അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമൊന്നും കണ്ട കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല, എന്നാലും കാണിക്കാൻ കഴിഞ്ഞിട്ടാണ്. കുറേ വ്യൂ ഉണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഈസ്തറ്റിക് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി പ്ലേസൊക്കെ ഉണ്ട് ഇല്ലേ. കുറച്ച് കൂടുതൽ കാണാനുള്ളത് അടിപൊളി വ്യൂ തന്നെ ഈ ആയിക്കര ഹാർബർ. ഇത് അതല്ലേ ആയിക്കര അല്ലേ ഹാർബർ? അതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മീൻ മേടിക്കാൻ ആയിക്കര വന്ന് ഞാൻ വ്ളോഗെല്ലാം ഇട്ടിട്ടുണ്ടായിന്, കുഞ്ഞു മിനി വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിന്. അതിൻ്റെ ഒരു കുറച്ച് ചെറിയൊരു പണം ഞാൻ കാണിച്ചു തരാം. അടിപൊളി ഇവിടെ ഏട് നോക്കി നല്ല അടിപൊളി വ്യൂസാണ്. മീൻസ് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനല്ല നല്ല ചില്ല ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല പ്ലേസൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് വരുന്നെങ്കിൽ അടിപൊളി. ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ അധികം വന്നത് ഫ്രണ്ട്സുമായിട്ട് കേട്ടോ. ഇങ്ങനെ ഏടെ ഇല്ലെങ്കിൽ ഞങ്ങൾ കുറേ സ്ഥലത്തേക്ക് നമ്മൾ പ്ലാൻ ആക്കും. എന്നിട്ട് ലാസ്റ്റ് എത്തുന്നത് കണ്ണൂർ കോട്ടയിലേക്കായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കഥ ഞാൻ കാണിച്ചു തരാം. അത് അങ്ങോട്ട് നാട്ട് ഇതാ ഞാൻ പറഞ്ഞ വ്യൂ. അങ്ങോട്ട് നിന്നാണ് മീൻ മേടിക്കുന്നത് ഹാർബർ. അങ്ങോട്ടാന്ന് തോന്നുന്നു, അവിടെ അല്ല, അങ്ങോട്ട്.
ഈ ആർബറിനെ ചെല്ലി ഞാൻ പറഞ്ഞത്ര നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടാവില്ല, കാരണം അത് ഫോണിലുള്ള കുഴപ്പമാണ്. ഡയറക്റ്റ് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. എന്തായാലും കണ്ണൂരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ പോയി നോക്കി. നമ്മൾ പോയിട്ട് എത്തിയിട്ടുണ്ട്, വീട്ടിലേക്ക് തിരിച്ചെത്തി. ഈ വ്ളോഗ് ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യത്തുള്ളൂ, കാരണം ഇതിൽ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ചാ.